ഇരുട്ടിന്റെ വിളി. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന കരിമ്പനക്കാട് എന്ന ആ കൊച്ചു ഗ്രാമം പൂർണ്ണമായും നിശബ്ദതയിലാണ്ടിരുന്നു. കോടമഞ്ഞ് മലനിരകളിൽ നിന്നിറങ്ങി വന്ന് വഴികളും മരങ്ങളും വീടുകളും വിഴുങ്ങിക്കൊണ്ടിരുന്നു. ആകാശത്തെ ചന്ദ്രൻ ഒരസ്ഥിക്കഷ്ണം പോലെ വിളറി വെളുത്തുനിന്നു. കാറ്റിന് ഒരുതരം ശ്മശാനമൂകതയുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ദൂരെ എവിടെയോ ഒരു കാട്ടുപട്ടി ഊരിയിടുന്നത് കേൾക്കാമായിരുന്നു. ആ ശബ്ദം അന്തരീക്ഷത്തിലെ ഭയത്തെ ഒന്നുകൂടി കട്ടിയാക്കി മാറ്റി. മാധവൻ തന്റെ പഴയ തറവാട്ടു വീടിന്റെ തിണ്ണയിലിരിക്കുകയായിരുന്നു. കയ്യിലെ റാന്തൽ വിളക്കിന്റെ മങ്ങിയ വെളിച്ചം അവന്റെ മുഖത്തു വീണ നിഴലുകളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. കുറച്ചു ദിവസങ്ങളായി അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. കരിമ്പനക്കാട്ടിലെ കാടിനോട് ചേർന്നു കിടക്കുന്ന ഈ തറവാട് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. മാധവന്റെ മുത്തശ്ശൻ മരിച്ചതിനുശേഷം ഇങ്ങോട്ടു വരാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. നാട്ടുകാർക്കിടയിൽ ഈ വീടിനെക്കുറിച്ചും തൊട്ടടുത്തുള്ള വനത്തെക്കുറിച്ചും ഭയാനകമായ ചില കഥകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ നഗരത്തിലെ തിരക്കുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മാധവന് ഈ അഭയകേന്ദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാധവ, നീ ഇനിയും ഉറങ്ങിയില്ലേ? അകത്തുനിന്നും അമ്മച്ചി ഏലിയാമ്മയുടെ ശ്വാസം മുട്ടുന്ന ശബ്ദം കേട്ടു. രോഗശയ്യയിലായ അമ്മച്ചിയെ നോക്കാനാണ് മാധവൻ പ്രധാനമായും ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ വീട്ടിൽ വന്നതുമുതൽ അമ്മച്ചിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു. എപ്പോഴും ജനാലയിലൂടെ പുറത്തെ ഇരുണ്ട കാട്ടിലേക്ക് നോക്കി അവരെന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇല്ല അമ്മച്ചി, ഇപ്പോൾ കിടക്കാം. കാറ്റിൽ എന്തോ ഒരു അസ്വാഭാവിക മണം പോലെ. മാധവൻ എഴുന്നേറ്റ് ജനാലകൾ അടയ്ക്കാൻ തുടങ്ങി. വായുവിൽ അഴുകിയ മാംസത്തിന്റെ ഒരു നേർത്ത ഗന്ധം പടരുന്നത് അവൻ അറിഞ്ഞിരുന്നു. കാട്ടിലേതെങ്കിലും കാട്ടുമൃഗം ചത്തതാവാമെന്നു കരുതി അവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഹൃദയമിടിപ്പ് അകാരണമായി വേഗത്തിലാകുന്നത് തടയാനവനായില്ല. പെട്ടെന്ന് പറമ്പിലെ കരിമ്പനകളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ ഉണങ്ങിയ ഇലകൾക്ക് മീതെ നടന്നു നീങ്ങുന്ന ശബ്ദം. ചര ചര. മാധവൻ കയ്യിലെ വിളക്കുയർത്തി ഇരുട്ടിലേക്ക് നോക്കി. കോടമഞ്ഞിന്റെ കട്ടിപ്പടലങ്ങൾക്കിടയിലൂടെ ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ മഞ്ഞിനുള്ളിൽ മനുഷ്യന്റേതല്ലാത്ത 2 ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നതവൻ കണ്ടു എന്നവന് തോന്നി. കൺപോളകൾ ചിമ്മി വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞിന്റെ കളി മാത്രമായിരിക്കാം എന്നു കരുതി അവൻ തറവാടിന്റെ പ്രധാന വാതിലടച്ച് കുറ്റിയിട്ടു. ആരും വരാത്ത ആ കാട്ടിൽ നിന്ന് ഒരു നിഴൽ ഈ വീടിനെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് മാധവ. അതു വെറുമൊരു നിഴലല്ല, ചോര കുടിക്കുന്ന കാവൽക്കാരനാണ്. മുത്തശ്ശി പണ്ടു പറഞ്ഞ വരികൾ മാധവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ചായക്കടയിലിരിക്കുമ്പോൾ മാധവൻ തലേദിവസം രാത്രി കണ്ട കാര്യത്തെക്കുറിച്ച് അവിടെയുള്ള പ്രായമായ വേലായുധനേടനോട് സംസാരിച്ചു. വേലായുധൻ ചായ ഗ്ലാസ് താഴെ വെച്ച് ചുറ്റും നോക്കി ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാധവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മാധവ, നീ എത്രയും പെട്ടെന്ന് ആ തറവാട് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. നിന്റെ മുത്തശ്ശൻ അവിടെ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല. 70 വർഷങ്ങൾക്ക് മുൻപ് ആ കാട്ടിലൊരു വലിയ നരബലി നടന്നിട്ടുണ്ട്. കാട്ടിലെ ഒരു ദുർമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ അവിടുത്തെ ജന്മിമാർ ചെയ്ത ക്രൂരത. അന്നു മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും ആ കരിമ്പനക്കാട്ടിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. ചോരയുടെ മണം കിട്ടിയാൽ അവറ്റകൾ വീടുകളിലേക്ക് കയറി വരും. കഴിഞ്ഞ കുറച്ചു കാലമായി ആ ഭാഗത്തേക്ക് പോയി ആരും തിരികെ വന്നിട്ടില്ല. വേലായുധന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവൻ അതൊരു കഥയായി തള്ളിക്കളയാൻ ശ്രമിച്ചു. 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവൻ സ്വയം പറഞ്ഞു. എങ്കിലും ഉള്ളിലൊരു ഭയം വിത്തുപാകിയിരുന്നു. വൈകുന്നേരത്തോടെ അവൻ വീണ്ടും തറവാട്ടിലെത്തി. അന്തരീക്ഷം വീണ്ടും കനക്കാൻ തുടങ്ങിയിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിൽ മറഞ്ഞതോടെ ഗ്രാമം വീണ്ടും ഇരുട്ടിലേക്ക് വഴിമാറി. രാത്രി 9 മണിയോടെ കറണ്ടുപോയി. മൊബൈൽ ഫോണിന് റേഞ്ചും ഉണ്ടായിരുന്നില്ല. ഇൻവെർട്ടർ പണിമുടക്കിയതോടെ ആ വലിയ തറവാട് പൂർണ്ണമായും ഇരുട്ടിലായി. ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ മാധവൻ അമ്മച്ചിക്ക് കഞ്ഞി നൽകി. അമ്മച്ചി കഞ്ഞി കുടിക്കാൻ വിസമ്മതിച്ചു. അവരുടെ കണ്ണുകൾ ജനാലയ്ക്ക് പുറത്തുള്ള ഇരുട്ടിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ വരുന്നുണ്ട് മാധവ.
ചങ്ങലകളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അവരെന്നെ വിളിക്കുന്നു. അമ്മച്ചിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഭയവും വിറയലും ഉണ്ടായിരുന്നു. മാധവൻ ശ്രദ്ധിച്ചു. പുറത്ത് കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. കാറ്റിന്റെ ഇരമ്പലിനിടയിൽ വളരെ ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കാം. ക്ലിങ് ക്ലിങ് ക്ലിങ്. ഇരുമ്പു ചങ്ങലകൾ നിലത്തുരസി വലിക്കുന്ന ശബ്ദം. അത് കാട്ടിൽ നിന്ന് ആരംഭിച്ച് പതുക്കെ പതുക്കെ തറവാടിന്റെ ദിശയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാധവന്റെ ശരീരം തണുത്തു മരവിച്ചു. അവൻ മെഴുകുതിരി കയ്യിലെടുത്ത് മുൻവശത്തെ വാതിലിനടുത്തേക്ക് നടന്നു. വാതിലിന്റെ ചെറിയ വിടവിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ കരിമ്പനകൾ കാറ്റിലാടി ഉലയുന്നു. മഞ്ഞിന്റെ വലയങ്ങൾക്കിടയിലൂടെ ഒരു ഭീമാകാരമായ രൂപം നടന്നുവരുന്നത് അവൻ കണ്ടു. ആ രൂപത്തിന്റെ കാലുകളിൽ വലിയ ഇരുമ്പു ചങ്ങലകൾ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ചുവടിലും ആ ചങ്ങലകൾ നിലത്തുരസി ഭയാനകമായ ശബ്ദമുണ്ടാക്കി. ആ രൂപത്തിന് നിശ്ചിതമായൊരു മുഖമില്ലായിരുന്നു. വെറുമൊരു കറുത്ത പുകമറ പോലെ. എന്നാൽ അതിന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ജ്വലിക്കുന്ന 2 ചുവന്ന തീക്കനലുകൾ ഉണ്ടായിരുന്നു. അത് നേരെ വരുന്നത് തറവാടിന്റെ വാതിലിലേക്കായിരുന്നു. വാതിലിൽ ഒരു വലിയ മുട്ട് കേട്ടു. ദും! ആ ശബ്ദത്തില് തറവാട്ടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ അല്പം ഇലകി മാറി. മാധവൻ പിന്നോട്ടെ ആഞ്ഞു വീണു. കയ്യിലെ മെഴുകുതിരി നിലത്തു വീണു, അനഞ്ഞു. ഇപ്പോ വീടിനുള്ളിൽ പൂർണ്ണമായ അന്ധകാരമാണ്. ഭയം അവന്റെ തൊണ്ട വരണ്ടതാക്കി മാറ്റി. ശ്വാസമെടുക്കാൻ പോലും അവൻ ഭയപ്പെട്ടു. വീണ്ടും മുട്ടുകേട്ടു. ഇത്തവണ കൂടുതൽ ശക്തമായി. ദും ദും! വാതിൽ പലകകൾ തകരുമെന്ന് തോന്നിപ്പിച്ചു. അകത്ത മുറിയിൽ നിന്ന് അമ്മച്ചിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. മാധവൻ ഇരുട്ടില് തപ്പിത്തടഞ്ഞ അമ്മച്ചിയുടെ മുറിയിലേക്ക് ഓടി. മുറിയിലെത്തി അവൻ കണ്ട കാഴ്ച അവന്റെ ചോര മരവിപ്പിച്ചു കളഞ്ഞു. ജനലപ്പടികൾ തകർന്നു കിടക്കുന്നു. കട്ടിലിൽ കിടന്ന അമ്മച്ചിയെ കാണാനില്ലായിരുന്നു. നിലത്ത് വലിയ ചോരപ്പടുകൾ കാണാമായിരുന്നു. അത് ജനലാലിയിലൂടെ പുറത്തേക്ക് നീളുന്നു. ജനലായിക്ക് പുറത്ത് ആ വലിയ ഇരുണ്ട രൂപം അമ്മച്ചിയുടെ ശരീരം ഒരു കൈകൊണ്ട് വായുവിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മാധവൻ കണ്ടു. അമ്മച്ചീ! മാധവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജനലായിക്കടുത്തേക്ക് അടുത്തു. എന്നാൽ ആ രൂപം അവനെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ അട്ടഹസിച്ചു. ആ ശബ്ദം മനുഷ്യന്റേതായിരുന്നില്ല. ഒരേ സമയം 100 കണക്കിന് മൃഗങ്ങൾ ഒരുമിച്ച് അലറുന്നതുപോലെയായിരുന്നു. അടുത്ത നിമിഷത്തിൽ ആ രൂപം അമ്മച്ചിയുടെ ശരീരവുമായി മഞ്ചിനുള്ളിലേക്ക് മറഞ്ഞു. ചങ്ങലകളുടെ ശബ്ദം പതുക്കെ പതുക്കെ കാറ്റിനുള്ളിലേക്ക് അകന്നുപോയി. മാധവൻ തളർന്നിരുന്നു പോയി. പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തെങ്കിലും നെറ്റ്വർക്കില്ലായിരുന്നു. ഈ അർദ്ധരാത്രിയിൽ കാറ്റിലേക്ക് ഒറ്റയ്ക്കു പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും തന്റെ അമ്മച്ചിയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ അവന് കഴിയില്ലായിരുന്നു. അവൻ തറവാട്ടിലിരുന്ന ഒരു വലിയ വെട്ടുകത്തിയും ടോർച്ചും കയ്യിലെടുത്തു. മനസ്സിനെ കർക്കശമാക്കി അവൻ ആ ഇരുണ്ട രാത്രിയിൽ കരിമ്പനക്കാട്ടിലേക്ക് ഇറങ്ങി നടന്നു. കാറ്റിനുള്ളിൽ പ്രവേശിച്ചതും തണുപ്പ് അസഹനീയമായി മാറി. മരങ്ങളുടെ ഇലകളുടെ ഇടയിലൂടെ വീശുന്ന കാറ്റ് ആരൊക്കെയോ ഉച്ചത്തിൽ കരയുന്നതുപോലെ തോന്നിപ്പിച്ചു. ടോർച്ചിന്റെ വെളിച്ചം മഞ്ചിനെ കീറി മുറിച്ചു മുന്നോട്ടു പതിഞ്ഞു. നിലത്ത് അമ്മച്ചിയുടെ വസ്ത്രത്തിന്റെ കഷ്ണങ്ങളും ചോരത്തുള്ളികളും വീണു കിടപ്പുണ്ടായിരുന്നു. മാധവൻ ആ അടയാളങ്ങൾ പിന്തുടർന്ന് കാറ്റിന്റെ ആഴങ്ങളിലേക്ക് നടന്നു. പെട്ടെന്ന് അവന്റെ ടോർച്ച് ലൈറ്റ് അടിക്കടി മിന്നി മറയാൻ തുടങ്ങി. ഒടുവിൽ അത് പൂർണ്ണമായും അനഞ്ഞു. കാറ്റിലെ ഇരുട്ടിനൊരു പ്രത്യേക ജീവനുണ്ടായിരുന്നു. അത് മാധവനെ 4 പാടുനിന്നും വരിഞ്ഞു മുറുക്കുന്നതായി അവന് തോന്നി. ടോർച്ചിൽ തട്ടിയപ്പോൾ അത് വീണ്ടും പ്രകാശിച്ചു. പക്ഷെ ആ വെളിച്ചത്തിൽ അവൻ കണ്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെയായിരുന്നു. ആ രൂപം മാധവന്റെ തൊട്ടുമുന്നിൽ നിൽക്കുകയായിരുന്നു. അതിന്റെ ശരീരത്തിൽ നിന്ന് അസഹനീയമായ അഴുകിയ ഗന്ധം പുറപ്പെട്ടു. മുഖമില്ലാത്ത ആ രൂപത്തിൽ നിന്ന് വീണ്ടും ആ ചുവന്ന കണ്ണുകൾ ജ്വലിച്ചു. മാധവൻ പേടിച്ചു പിന്നോട്ടു മാറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കാലുകൾ ചലിച്ചില്ല. ഭയം അവനെ തളർത്തിക്കളഞ്ഞിരുന്നു. രൂപം തന്റെ നീലമുള്ള നഖങ്ങൾ നിറഞ്ഞ കൈകൾ മാധവന് നേരെ നീട്ടി. അവന്റെ കഴുത്തിൽ ആ കൈകൾ മുറുകിയതും മാധവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവസാന ശ്രമമെന്ന നിലയിൽ മാധവൻ കയ്യിലിരുന്ന വെട്ടുകത്തികൊണ്ട് ആ രൂപത്തിന് നേരെ ആഞ്ചു വെട്ടി. എന്നാൽ കത്തി വായുവിൽ വെറുതെ വീശിയതേയുള്ളൂ.
രൂപത്തിന് ഭൗതികമായ ഒരു ശരീരമില്ലായിരുന്നു എന്നവന് മനസ്സിലായി. എന്നാൽ അതിന്റെ പിടിക്ക് പാറ പോലെയുള്ള കരുത്തുണ്ടായിരുന്നു. മാധവന്റെ ബോധം മറയാൻ തുടങ്ങി. കണ്ണുകൾ അടയുന്നതിനു തൊട്ടുമുമ്പ് കാടിനുള്ളിൽ നിന്ന് ഒരു മന്ത്രോച്ചാരണം കേൾക്കാമെന്ന് അവന് തോന്നി. പെട്ടെന്ന് ആ രൂപം അവനെ നിലത്തേക്കെറിഞ്ഞ് കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. മാധവൻ ചുമച്ചുകൊണ്ട് നിലത്ത് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കി. അവനിപ്പോൾ കാടിന്റെ നടുവിലുള്ള ഒരു വലിയ മൈതാനത്താണ്. അവിടെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പഴയ ബലിതറയുണ്ടായിരുന്നു. ബലിതറയ്ക്കു ചുറ്റും മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ആ ബലിതറയ്ക്കു മുകളിലാണ് അമ്മച്ചിയുടെ ശരീരം കിടത്തിയിരുന്നത്. അമ്മച്ചി അപ്പോഴും ജീവനോടെയുണ്ടായിരുന്നു. പക്ഷെ ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. മാധവൻ ഓടിച്ചെന്ന് അമ്മച്ചിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. "മാധവ, നീ ഇവിടുന്ന് ഓടിപ്പോകൂ. ഇതാ ജന്മിയുടെ ആത്മാവാണ്. അവർക്ക് ഈ വംശത്തിലെ അവസാനത്തെ ചോരയും വേണം. എന്റെ സമയം കഴിഞ്ഞു. നീ നിന്റെ ജീവൻ രക്ഷിക്കൂ," അമ്മച്ചി ദയനീയമായി പറഞ്ഞു. അപ്പോഴേക്കും ബലിതറയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്ന് നിരവധി കറുത്ത നിഴലുകൾ ഇറങ്ങിവരാൻ തുടങ്ങി. അവയെല്ലാം അന്ന് ആ കാട്ടിൽ കൊല ചെയ്യപ്പെട്ട നിർഭാഗ്യവാന്മാരായ മനുഷ്യന്റെ ആത്മാക്കളായിരുന്നു. അവരുടെ കണ്ണുകളും ചുവപ്പായിരുന്നു. പക്ഷെ അവരിൽ ഭയത്തേക്കാൾ കൂടുതൽ പ്രതികാരദാഹമായിരുന്നു പ്രകടമായിരുന്നത്. ആത്മാക്കൾ മാധവനെയും അമ്മച്ചിയെയും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ അട്ടഹാസങ്ങളും നിലവിളികളും നിറഞ്ഞു. പെട്ടെന്ന് കാട്ടിലെ പ്രധാന ദുർമൂർത്തിയായ ആ വലിയ ചങ്ങലയിട്ട രൂപം ബലിതറയ്ക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ കയ്യിൽ ഒരു പഴയ തുരുമ്പിച്ച വാലുണ്ടായിരുന്നു. അത് മാധവനെ ലക്ഷ്യമാക്കി നടന്നടുത്തു. ചങ്ങലകളുടെ ശബ്ദം കാട്ടിലാകെ പ്രതിധ്വനിച്ചു. ക്ലിങ് ക്ലിങ് ക്ലിങ്. ഓരോ ശബ്ദവും മാധവന്റെ മരണമണമായി തോന്നിപ്പിച്ചു. മാധവന് മനസ്സിലായി, ഇനി ഒലിച്ചോടിയിട്ട് കാര്യമില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഈ ദുഷ്ടശക്തിയെ തകർക്കുക. അവൻ മുത്തശ്ശൻ പണ്ടു തറവാട്ടിലെ രഹസ്യ അറയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. ആ ജന്മിയെ തളയ്ക്കാൻ ഒരു പ്രത്യേക താഹിദ് മുത്തശ്ശൻ സൂക്ഷിച്ചിരുന്നു. ആ താഹിദ് ഇപ്പോഴും തന്റെ കയ്യിലുള്ള മാലയിലുണ്ടെന്ന് അവൻ പെട്ടെന്ന് ഓർത്തു. മുത്തശ്ശൻ മരിക്കുന്നതിനു മുൻപ് മാധവന്റെ കഴുത്തിൽ ചാർത്തിയ ആ ചെമ്പ് താഹിദ്. മാധവൻ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചൻ ആ താഹിദ് കൈവെള്ളയിൽ ഒതുക്കിപ്പിടിച്ച് ഉറക്കെ മന്ത്രിക്കാൻ തുടങ്ങി. അവന്റെ നഖങ്ങൾ ആ താഹിദിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ അറിയാവുന്ന ദൈവനാമങ്ങളെല്ലാം അവൻ വിളിച്ചു പറഞ്ഞു. രൂപം വാലുയർത്തി മാധവന്റെ തലയ്ക്കു നേരെ ആഞ്ചുവെട്ടി. മാധവൻ തന്റെ കയ്യിലെ താഹിദ് ആ രൂപത്തിനു നേരെ നീട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആ താഹിദിൽ നിന്ന് ഒരു ശക്തമായ സ്വർണ്ണ വെളിച്ചം പുറപ്പെട്ടു. ആ വെളിച്ചം കാട്ടിലെ ഇരുട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കി. രൂപം ഭയങ്കരമായി നിലവിളിച്ചുകൊണ്ട് പിന്നോട്ടു മാറി. സ്വർണ്ണ വെളിച്ചം അതിന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ അത് ഉരുകിപ്പോകാൻ തുടങ്ങി. കാട്ടിലെ മറ്റു രാത്മാക്കളും ആ വെളിച്ചത്തിൽ ശാന്തരായി മാറി. അവർ പതുക്കെ പതുക്കെ വായുവിൽ അലിഞ്ഞ് സ്ഥിത്തുപോയി. ജന്മിയുടെ ആത്മാവ് അവസാനമായി ഒരു വലിയ അലർച്ചയോടെ പൂർണ്ണമായി കരിഞ്ഞ് ചാരമായി മാറി നിലത്തു വീണു. ചങ്ങലകളുടെ ശബ്ദം ഏകാലത്തേക്കുമായി നിലച്ചു. കാടു പെട്ടെന്നും നിശബ്ദമായി. മഞ്ഞും ഇരുട്ടും നീങ്ങി. മലനിരകൾക്കു മുകളിൽ പുലർക്കാല സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കാൻ തുടങ്ങി. കാട്ടിൽ ശാന്തി പടർന്നു. മാധവൻ അമ്മച്ചിയെ തങ്ങി എഴുന്നേൽപ്പിച്ചു. അമ്മച്ചിയുടെ മുഖത്ത് ഇപ്പോൾ ആ പഴയ ഭയമില്ലായിരുന്നു. അവർ രണ്ടുപേരും പതുക്കെ ആ കരിമ്പനക്കാട് വിട്ടു പുറത്തേക്ക് നടന്നു. ശാപമൊഴിഞ്ഞ കരിമ്പനക്കാട് ഇപ്പോൾ വെറും ഒരു സാധാരണ കാടായി മാറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ആ രാത്രിയിലെ ചങ്ങലകളുടെ ശബ്ദവും ചുവന്ന കണ്ണുകളും മാധവന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല.